ഇടുക്കിയുടെ കായിക കരുത്തിന് പുതിയ കുതിപ്പേകാൻ നെടുങ്കണ്ടം ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങി. ഗെയിംസ് ഇനങ്ങൾക്കായാണ് നെടുങ്കണ്ടം പച്ചടിയിൽ ദ്രോണാചാര്യ KP തോമസ് മാഷിന്റെ പേരിൽ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. വോളിബോൾ, ബാഡ്മിന്റൺ തുടങ്ങി ഗെയിംസ് ഇനങ്ങൾക്കായാണ് നെടുങ്കണ്ടത്ത് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യം സ്റ്റേഡിയത്തിലുണ്ട്. ബാഡ്മിന്റൺ മത്സരങ്ങൾക്കായി ഒരേ സമയം 12 കോർട്ടുകൾ സജ്ജീകരിക്കാനാവും. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. ഏകദേശം 4000-ഓളം ആളുകൾക്ക് ഒരേ സമയം ഗാലറിയിലിരുന്ന് കളി നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം. അതുപോലെ തന്നെ ഒരു 16ഓളം ഷട്ടിൽ കോർട്ടുകൾ അതിനകത്ത് നമുക്ക് വിന്യസിക്കാനായിട്ട് കഴിയും. 4 വോളിബോൾ കോർട്ടുകൾ, 4 ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ തുടങ്ങി ക്രിക്കറ്റും ഫുട്ബോളും ഒഴികെയുള്ള എല്ലാ ഇൻഡോർ ഗെയിമുകൾക്കും പറ്റിയ ഒരു മഹത്തായ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് കേരള സർക്കാർ നെടുങ്കണ്ടം പച്ചടിയിൽ ഇപ്പോൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. 40 കോടി രൂപ മുതൽ മുടക്കിലൊരുക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഭൂരിഭാഗം ജോലികളും പൂർത്തിയായി. ഇനി തറ ഒരുക്കുന്ന ജോലികൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. ഇൻഡോർ മത്സരങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ തരത്തിൽ മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് ആണ് ഒരുക്കുക. കായിക താരങ്ങൾക്കും ജീവനക്കാർക്കും താമസ സൗകര്യം, വിശാലമായ പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയ 5 ഏക്കർ ഭൂമിയിൽ ആകെ 1.5 ഏക്കറിലാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ബാക്കി ഭൂമി ഉടനെ കായിക വികസനത്തിനായി ഉപയോഗിക്കാനാവും. നെടുങ്കണ്ടത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയത്തിനൊപ്പം ഇൻഡോർ സ്റ്റേഡിയവും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇടുക്കിയുടെ കായിക കരുത്തിന് ഇരട്ടിക്കുതിപ്പ് ആകുമെന്നാണ് പ്രതീക്ഷ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.